നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാർ, തൃക ആയുർവേദ സെൻറ്ററിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു. തൃക പ്രകൃതിയാണ്, ആയുർവേദമാണ്. പ്രകൃതിയുടെ ഈ സൗന്ദര്യവും ആയുർവേദത്തിൻ്റെ ഈ ഓജസ്സും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വെൽനസ് സെൻ്ററാണ്, ആയുർവേദ സെൻ്ററാണ്, ചികിത്സാ കേന്ദ്രമാണ്. ഇവിടെ ആരോഗ്യവും സമാധാനവും നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ചികിത്സകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തുള്ള നല്ലൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും ആയുർവേദത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു ആയുർവേദ തീർത്ഥയാത്ര, ഒരു പിൽഗ്രിമേജ്, ഒരു സഫാരി ആരംഭിക്കുകയാണ്. ഈ തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ പൂർവികർ പറഞ്ഞിരിക്കുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് മംഗളകരമായി, ഐശ്വര്യകരമായി, ഗുണകരമായി അവസാനിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യവും മംഗളവും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിക്കും മറ്റ് ജനങ്ങൾക്കും ഈ ഒരു വിഷയം, ഈ ഒരു തീർത്ഥയാത്ര, ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ഗുണപ്രദമായി കലാശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയി ഒരിക്കൽ എഴുതി, അന്ന കരീന എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ സന്തോഷമുള്ള എല്ലാ കുടുംബങ്ങളും ഏറെക്കുറെ ഒരേപോലെയാണ്. ഹാപ്പി ഫാമിലീസ് ആർ എലൈക്ക് ഇൻ ദെയർ ഹാപ്പിനെസ്, വെയറാസ് അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഇൻ ദെയർ ഓൺ വേയ്സ്. അസന്തുഷ്ടി പലതരത്തിലാണ്. ഇത് തന്നെയാണ് സുഖം ദുഃഖം എന്ന് പറഞ്ഞ രണ്ട് ഭാവങ്ങളിലും ഉൾക്കൊള്ളുന്നത്. ഏതെല്ലാം ജീവികൾ സുഖം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം സുഖം ഏറെക്കുറെ തുല്യം തന്നെയാണ്, സുഖകരമായ അവസ്ഥ ഏറെക്കുറെ തുല്യം തന്നെയാണ്. എവിടെയെല്ലാം ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദുഃഖം വ്യത്യസ്തമായ കാരണങ്ങളാൽ സംഭവിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ സുഖവും ദുഃഖവും കൂടിച്ചേർന്ന ഒരു കാര്യത്തെ നമ്മൾ ജീവിതമെന്ന് പറയുന്നു. അതിനെ നമ്മൾ ആയുസ് എന്ന് പറയുന്നു. ഈ സുഖവും ദുഃഖവും കലർന്ന ആയുസ്സിനെക്കുറിച്ച് പറയുന്ന കഥയാണ് ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ വേദം, അല്ലെങ്കിൽ ഈ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നു. ഈ ആയുർവേദമാണ് തൃക ആയുർവേദ സംഭാഷണങ്ങളിലൂടെ, ഈ പ്രഭാഷണങ്ങളിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓറിയൻ്റൽസ് അല്ലെങ്കിൽ പൗരസ്ത്യർ, നമ്മൾ പറയുന്നു ഈ ആയുർവേദം ഏറെക്കുറെ 5000-6000 വർഷം പഴക്കങ്ങളായി പാലിക്കപ്പെടുന്നു. എന്തുകൊണ്ട് പറയുന്നു? ആയുർവേദത്തെക്കുറിച്ചുള്ള ആദ്യകാല സൂചനകൾ ഋഗ്വേദത്തിൽ കാണപ്പെടുന്നതുകൊണ്ട്. ഋഗ്വേദം അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ ഏകദേശം 3500-3000 BC-കളിൽ രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നതുകൊണ്ട്. പാശ്ചാത്യർ, ഓക്സിഡൽസ് പറയുന്നു അതങ്ങനെയല്ല. ആയുർവേദം ഏറെക്കുറെ 3000-3500 വർഷങ്ങളായിട്ട് പാലിക്കപ്പെടുന്നൊരു ശാസ്ത്രമാകും. എന്തുകൊണ്ട് പറയുന്നു? ആയുർവേദത്തെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്ന സംഹിതകൾ, സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ 1500 BC 1000 കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടതിനാൽ. അതെങ്ങനെ തന്നെയാണെങ്കിലും ഒരു ചെറിയ കഥയിലൂടെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നുവോ, മനുഷ്യരാശി ഏതെല്ലാം നിലകളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ദേശങ്ങളിൽ വളർന്നുവോ അവിടെയെല്ലാം അവർ ആദ്യകാലങ്ങളിൽ വളരെ ഹമ്പിളായിരുന്നു. അവരുടെ എല്ലാ അറിവുകളും എല്ലാ കാര്യങ്ങളും അവർ ദൈവികമാണ് എന്ന് കരുതിയിരുന്നു. എല്ലാ സംസ്കാരങ്ങളിലും അറിവിൻ്റെ ആരംഭ സൂചനകൾ ദൈവത്തിൽ അർപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ദൈവികമാകുന്നു, അറിവ് ദൈവികമായിരുന്നു എന്ന കരുതലോടുകൂടിയാണ് എല്ലാവരും ജീവിച്ചിരുന്നത്. ആ നിലയിൽ ഏതോ ഒരു കാലത്ത് മഹർഷിമാർ ഒരു സഭ ചേർന്നു, ഒരു കൂട്ടം ചേർന്നു. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരകളിലുള്ള വർണ്ണാശ്രമങ്ങളിൽ മഹർഷിമാരെല്ലാം ഒത്തുകൂടി. പുലസ്ത്യൻ,
അത്രി, ചവനൻ, വിശ്വാമിത്രൻ തുടങ്ങിയ മഹർഷിമാർ. ഇവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ലായിരുന്നു. പ്രകൃതിയെ സ്നേഹിച്ചിരുന്നവർ, എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെയും സന്തുഷ്ടിയോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ. ഇവർ ഒരു സഭ ചേർന്നിരുന്നിട്ട് ആലോചിച്ചു, കാലം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കാലം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു, സകല ജീവികളും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ദുഃഖങ്ങൾ രോഗത്തിൻ്റെ രൂപത്തിൽ വരുന്നു. ഈ രോഗങ്ങളാകട്ടെ എല്ലാ ജീവികളുടെയും ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, ആയുസ്സിനെ നശിപ്പിക്കുന്നു, ശ്രേയസ്സിനെ നശിപ്പിക്കുന്നു, സുഖസന്തോഷങ്ങളെ നശിപ്പിക്കുന്നു. ഇതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ നേടാം, എങ്ങനെ ജീവികൾ സുഖത്തോടുകൂടി അവരുടെ ആയുസ്സിനെ കൊണ്ടു നടക്കാം? അവർ ധ്യാനത്തിലായി, തപസ്സിലിരുന്നു, തപിച്ചു, ആലോചിച്ചു, മനക്കണ്ണുകൾ തുറന്നു. ആ മനക്കണ്ണുകളിലൂടെ, ആ തപസ്സിൽ കൂടെ അവർ കണ്ടെത്തി, ദേവലോകങ്ങളിൽ ദേവന്മാർക്കിടയിൽ നിന്നും ഈ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നേടണം. ആ അറിവ് ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കായി നമുക്ക് നൽകുവാൻ കഴിയണം. അങ്ങനെ ആ അറിവ് അവർ ദേവലോകത്തിൽ നിന്നും അവർ നേടിയെടുത്തു. ആ നേടിയെടുത്ത അറിവ് അവർ ജ്ഞാനക്കണ്ണുകളിൽ കൂടി, അവരുടെ ഉള്ളിലുള്ള കാഴ്ചകളിൽ കൂടി, ഉള്ളിലുള്ള കണ്ണുകളിൽ കൂടി അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ആയുസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ആരോഗ്യത്തെക്കുറിച്ച്, ഈ പ്രകൃതിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതി തത്വങ്ങളാകുന്നു, യൂണിവേഴ്സൽ ട്രൂത്തുകളാകുന്നു. ഒരു ദേശമോ ഒരു തരം ജനങ്ങളോ ഒരു പ്രത്യേക കാലങ്ങളോ ഒന്നും ഇതിന് ബാധകം, നിതാന്ത സത്യങ്ങളാകുന്നു, യൂണിവേഴ്സൽ ട്രൂത്തുകളായിട്ട് അനുഭവപ്പെടുന്നതാകുന്നു ആയുസ്സും ആരോഗ്യവും എല്ലാം. അപ്രകാരം യൂണിവേഴ്സൽ ട്രൂത്തുകളായിട്ട് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന തത്വങ്ങളായിട്ട് അവർ അനുഭവിച്ചതുകൊണ്ട് അവർ ആ തത്വങ്ങളെ മൃഗങ്ങൾക്ക് വേണ്ടി തിരിച്ചു മൃഗായുർവേദം എന്നൊരെണ്ണം കണ്ടെത്തി. അവർ പ്രകൃതിക്ക് വേണ്ടി, പ്രപഞ്ചത്തിലുള്ള സസ്യങ്ങൾക്ക് വേണ്ടി തരംതിരിച്ചു വൃക്ഷായുർവേദം എന്നൊരെണ്ണം അവർ രൂപപ്പെടുത്തി. നിൽക്കുന്ന പ്രധാനിയായിട്ടുള്ള മനുഷ്യന് വേണ്ടി അവർ ആയുർവേദത്തെയും രചിച്ചു. ഇങ്ങനെ മൃഗായുർവേദം, വൃക്ഷായുർവേദം, ആയുർവേദം എന്ന നിലകളിൽ അവരറിയുന്ന അനുഭവിച്ചിരിക്കുന്ന സത്യങ്ങളെ, അറിവുകളെ അവർ രേഖപ്പെടുത്തി. ഈ അറിവുകൾ മഹർഷിമാർ താങ്കളുടെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയ ഉപദേശങ്ങൾക്ക്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ശിഷ്യരുടെയും ബുദ്ധിശക്തിക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ ബുദ്ധിശക്തിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ശിഷ്യന്മാർ അവരുടെ രീതികളിൽ അവർ ഈ അറിവുകളെയെല്ലാം പകർത്തിവെച്ചു, ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഗ്രന്ഥങ്ങളെ അവർ മഹർഷി സഭകളിൽ പറഞ്ഞു, അവയെ വിശദീകരിച്ചു. മഹർഷിമാർ അവയെ അംഗീകരിച്ചു. അപ്രകാരം അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്തിൽ പ്രചാരം നേടി, പ്രതിഷ്ഠ നേടി, അംഗീകാരവും ആദരവും നേടി. അവിടെ നിന്ന് സംഹിതാ കാലഘട്ടങ്ങളിൽ കൂടി ആയുർവേദം വികസിച്ചു. ആരംഭകാലങ്ങളിൽ ഈ ആയുർവേദം ദൈവീക ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ സൂചനകളിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം തുടങ്ങിയ ത്രയീ വിദ്യ അല്ലെങ്കിൽ ത്രയീവേദങ്ങൾ എന്ന് പറയുന്നതിലാണ്. ഇവയിൽ ആദ്യകാല ആയുർവേദ സൂചനകളാണ് പലപ്പോഴും മന്ത്രങ്ങളും ചില ഔഷധങ്ങളും ചില രോഗങ്ങളും സൂചിപ്പിക്കപ്പെടുന്നു. പ്രസിദ്ധമായ ഔഷധി സൂക്തം, ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അവ നിർമ്മിക്കുമ്പോൾ, അവ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ ഉപയോഗിക്കേണ്ട ഔഷധി സൂക്തങ്ങൾ പ്രസ്താവിക്കപ്പെടുന്നു. ജലത്തിൻ്റെ, ആഹാരത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടുന്നു. എപ്രകാരം ജലം ചികിത്സകളിലും ആരോഗ്യത്തിലും ഉപയോഗിക്കപ്പെടാമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ദൈവികമായ ചികിത്സകൾക്ക് ശേഷം ദൈവീ ചികിത്സയിൽ നിന്നും ക്രമേണ ആസുരീ ചികിത്സ എന്നതിലോട്ട് എത്തിച്ചേർന്നു. അഥർവവേദങ്ങൾ ആസുരീ ചികിത്സകൾ പറയും. ആസുരീ ചികിത്സകളിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും യന്ത്രങ്ങളും ശസ്ത്രക്രിയകളും ആരംഭിക്കുന്നു. ശസ്ത്രരീതികൾ, ശസ്ത്രത്തിൻ്റെ പ്രയോഗത്തിൽ കൂടി മൂത്രരോഗങ്ങളെ മാറ്റുന്നത്, വ്രണങ്ങളെ മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇവയെല്ലാം ആസുരീ ചികിത്സ എന്നറിയപ്പെടുന്നു. ക്രമേണ ഇത് മാനുഷിക ചികിത്സയിൽ സംഹിതകളിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇത് മാനുഷിക ചികിത്സകളിലോട്ടെത്തി. മാനുഷിക ചികിത്സകൾ എന്ന് പറയുന്നതിൽ കൂടുതലും ഔഷധങ്ങളുടെ പ്രയോഗങ്ങളായി. ഔഷധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു, ശസ്ത്രങ്ങളും പ്രയോഗിക്കപ്പെടുന്നു. ഇവയെല്ലാം ചേർന്ന് മാനുഷിക ചികിത്സകളിലോട്ട് എത്തിച്ചേർന്നു. ഇപ്രകാരം ക്രമേണ ദൈവി, ആസുരി, മാനുഷി എന്ന നിലയിൽ വികസിച്ച ആയുർവേദ ശാസ്ത്രം സംഹിതകളോടുകൂടി, പ്രാമാണികമായ ചികിത്സാ ഗ്രന്ഥങ്ങളോടുകൂടി മനുഷ്യൻ്റെ ബുദ്ധി പരിമിതമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും മനുഷ്യൻ്റെ ആയുസ് പരിമിതമായതുകൊണ്ടും ഇവയെല്ലാം സംക്ഷേപിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ക്രമേണ
മഹർഷിമാരും അവരുടെ ശിഷ്യന്മാരും പിൽക്കാലത്തുള്ള പ്രമുഖരായ വൃദ്ധവൈദ്യന്മാരും 8 തന്ത്രങ്ങളായി അല്ലെങ്കിൽ 8 ഭാഗങ്ങളായി 8 വിഭാഗങ്ങളായി രേഖപ്പെടുത്തി. അവയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയും നാനാതരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയും ആയുർവേദ ശാസ്ത്രത്തെ 8 വിഭാഗങ്ങളായി മാറ്റിയെടുത്തു. ഈ വിഭാഗങ്ങളെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും ഇവയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ചും അടുത്ത തവണ വരും ദിവസങ്ങളിൽ ഞാൻ താങ്കളോട് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.